ദ്വിദിന സന്ദർശനത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗുജറാത്തിലെത്തി. ഭുജ് വ്യോമതാവളത്തിൽ സൈനികരുമായി സംവദിക്കും. ഗുജറാത്ത് ഭൂകമ്പത്തിലെ ഇരകളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്മൃതി വനം മ്യൂസിയവും പ്രതിരോധ മന്ത്രി സന്ദർശിക്കും. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, അല്പസമയം മുമ്പാണ് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളത്തിലെത്തിയത്. അദ്ദേഹത്തിനോടൊപ്പം ചീഫ് എയർ മാർഷൽ AP സിംഗ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രത്യേകിച്ച് ഭുജ് വ്യോമതാവളത്തിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്നുള്ളതായിരുന്നു അവകാശവാദം. ഭുജിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി നേരിട്ടെത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇന്നിപ്പോൾ ഈ ഭുജിലെ സൈനികരെ അഭിസംബോധന ചെയ്ത് എന്ത് പറയും എന്നുള്ളത് ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ജമ്മു കാശ്മീർ സന്ദർശിച്ച് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രം എന്നുള്ളതായിരുന്നു അദ്ദേഹം സംബോധന ചെയ്തത്. പാകിസ്ഥാന്റെ രാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തതും തെമ്മാടിയുമായ ഒരു രാജ്യത്തിന്റെ കൈകളിൽ ആണവായുധങ്ങൾ സുരക്ഷിതമാണോ എന്നുള്ളതാണ് അദ്ദേഹം രാജ്യങ്ങളോടും മറ്റും ചോദിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കരസേനയുടെ 15 കോർപ്പസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു സന്ദർശിച്ചത്. ഇന്നിപ്പോൾ വ്യോമസേനാ താവളം സന്ദർശിക്കുന്നു. ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അദ്ദേഹം നിരീക്ഷിക്കും. പ്രത്യേകിച്ച് ഈ ഭുജ് അടക്കമുള്ള വ്യോമതാവളങ്ങളിൽ നിന്നുമായിരുന്നു പാകിസ്ഥാനെതിരെ വ്യോമ പ്രതിരോധം തീർത്തത്. സ്വാഭാവികമായും അത്തരം ഉപകരണങ്ങളടക്കം അദ്ദേഹം പരിചയപ്പെടും. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം സംവദിക്കും. രോഹിണി. ശരി നന്ദൻ.